പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഏവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. നാഗമ്പടത്തുനിന്ന് ശിവഗിരിയിലേക്കുള്ള പീതാംബരധാരികളുടെ കാൽനട ഭക്തിപൂർവമായ ജാഥ കൊട്ടിയത്ത് എത്തിച്ചേർന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാസ്ഥാനമാണെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ട് ശിവഗിരി മഠത്തെ, ശിവഗിരി കുന്നുകളെ ലോകത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയ മഹാനായ ശ്രീനാരായണ ഗുരുവിൻ്റെ തീർത്ഥാടന മഹാമകം നാഗമ്പടത്തു നിന്ന് പുറപ്പെട്ട് ശിവഗിരിയിലേക്ക്. തന്നിൽ നിന്നും അന്യമായി ഒന്നുമില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വിശ്വഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയിലേക്കുള്ള തീർത്ഥാടനം നാഗമ്പടത്തു നിന്നും പുറപ്പെട്ട് ശിവഗിരിയിലേക്ക്. നൂറുകണക്കിന് പീതാംബരധാരികളായ ആൾക്കാർ ശ്രീനാരായണ ഗുരുവിൻ്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ലോകത്തിൻ്റെ വിശ്വ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ണിലേക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരധ്വന വാഴുന്ന മാതൃക സ്ഥാനമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈഴവ ശിവനെ പ്രദർശിച്ചുകൊണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾക്ക് തുടക്കം കുറിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധിയിലേക്കുള്ള തീർത്ഥാടന മഹാമകം നൂറുകണക്കിന് പീതാംബരധാരികൾ ശിവഗിരിയിലേക്ക്. ശിവഗിരി തീർത്ഥാടനം തുടങ്ങിക്കഴിഞ്ഞു. ഇത് നാഗമ്പടത്തു നിന്ന് പുറപ്പെട്ട ശിവഗിരി തീർത്ഥാടകരുടെ പീതാംബരധാരികളുടെ തീർത്ഥയാത്ര. ഈ ജാഥയുടെ ക്യാപ്റ്റൻ പേര് മനോജ് രണ്ട് വാക്ക് പർപ്പിൾ മീഡിയ പ്രേക്ഷകരോട് പറയുകയാണ്. ഈ തീർത്ഥാടനത്തിൻ്റെ ഈ നാഗമ്പടത്തിൽ തുടങ്ങിയ ജാഥയുടെ ഉദ്ദേശലക്ഷ്യങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ പ്രേക്ഷകരുമായി രണ്ട് വാക്ക് സംസാരിക്കും. ശിവഗിരി തീർത്ഥാടനം എന്ന മഹത്തായ ആശയത്തിന് 1928 ജനുവരി മാസം 16-ാം തീയതി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വൈക്കത്തേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ നാഗമ്പടം ശ്രീ മഹാദേവ ക്ഷേത്രാങ്കണത്തിലെ ചരിത്രപ്രസിദ്ധമായ തേന്മാവിൻ ചുവട്ടിൽ വിശ്രമിക്കുന്ന വേളയിൽ കോട്ടയത്തെ പൗരപ്രമാണിമാരായിരുന്ന വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരും മാലിയിൽ കിട്ടൻ റൈറ്ററും TK കുഞ്ചുവും അടങ്ങുന്ന ഒരു സംഘം ആളുകൾ ഭഗവാന് മുമ്പിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ അപേക്ഷയുടെ ഉള്ളടക്കം ഇതായിരുന്നു: ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ജെറുസലേം പോലെയുള്ള പുണ്യ സങ്കേതമുണ്ട്. മുസ്ലിം സഹോദരങ്ങൾക്ക് മക്ക, മദീന തുടങ്ങിയ പുണ്യ സങ്കേതങ്ങളുണ്ട്. ഈഴവരടങ്ങുന്ന പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു തീർത്ഥാടനം നടത്തുവാൻ ഒരു പുണ്യ സങ്കേതമില്ല. അതുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിക്കുന്ന ശിവഗിരി കുന്ന് അടിയങ്ങൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമായി അനുവദിച്ചു തരണം എന്ന് അഭ്യർത്ഥിക്കുകയും അതിന് ഭഗവാൻ അനുമതി നൽകുകയും ചെയ്തു. അവിടെ നിന്ന് തുടങ്ങിയ ആ യാത്രയാണ് എന്നാണ് പുറപ്പെട്ടത് യാത്ര? 24-ാം തീയതി ഡിസംബർ 24-ാം തീയതിയാണ് ശിവഗിരി കുന്നുകളെ ലക്ഷ്യമാക്കി ഈ പദയാത്രാ സംഘം പുറപ്പെട്ടത്. 30-ാം തീയതി വൈകുന്നേരം നമ്മൾ 7 മണിയോടുകൂടി മഹാസമാധിയിൽ എത്തി. പർപ്പിൾ മീഡിയയോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച നിങ്ങൾക്ക് ഏവർക്കും തീർത്ഥാടനാശംസകൾ നേർന്നു. കൊല്ലത്ത് നിന്ന് ബൈജു പ്ലാക്കാട്, പർപ്പിൾ മീഡിയ, കൊല്ലം. താങ്ക് യു.